ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മൾ ചോറൊക്കെ കൂടുതൽ വെച്ച് നമ്മൾ ബാലൻസ് വന്നാൽ നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കും. അത് പിറ്റേന്ന് എടുത്ത് ചൂടാക്കിയാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അത് ഉണ്ടാവാതെ വെള്ളമൊന്നും ഒഴിച്ച് ചൂടാക്കാതെ ഓവനിൽ വെച്ച് ചൂടാക്കി ഹെൽത്തിനെ ബാധിക്കാതെ ഈസി ആയിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ചൂടാക്കി എടുക്കാമെന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ. നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിൽ നമ്മൾ പൊടികളൊക്കെ മേടിക്കുമല്ലോ, ഗോതമ്പ് പൊടി ആയിക്കോട്ടെ, റവപ്പൊടിയോ അല്ലെങ്കിൽ അപ്പപ്പൊടിയോ, ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെ അത് ക്ലോസ് ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. ഇത് അപ്പപ്പൊടിയാണേ. ആദ്യം നമുക്ക് ഞാൻ ഈ കാണിക്കുന്നത് പോലെ കോണായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം, മടക്കി കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. എത്രത്തോളം ഉണ്ടോ അത്രയും വരെ നമുക്ക് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കോണാക്കി വെച്ച ഭാഗം നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ട്, ലോക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ പോലും ഒട്ടും പുറത്തോട്ട് പോകത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ലോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇതേപോലത്തെ ഒരു അടപ്പ് പാത്രം നമ്മുടെ എല്ലാവരും വീട്ടിലോട്ടല്ലോ. ഇത് മിക്കവാറും ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട്. പിന്നെ കുക്കറിൻ്റെ കൈപിടിയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ടല്ലോ, ലൂസായി പോകാറുണ്ട്. ആ സമയത്ത് എപ്പോഴും സ്ക്രൂ ഡ്രൈവറൊന്നും നമ്മുടെ കൈവശം ഉണ്ടായെന്ന് വരില്ല, അടുക്കളയിൽ തെറുത്തി പിടിച്ച് ഓരോന്ന് ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പോൾ നമുക്കൊരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഏറ്റവും ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, സ്ക്രൂവിൻ്റെ ഭാഗത്തായിട്ട്. എന്നിട്ട് ടൈറ്റ് ആക്കണ സമയത്ത് ഈ സൈഡ് ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പൂൺ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഈ ടിപ്പ് തമ്മിൽ തന്നെ നമുക്ക് കുക്കറിൻ്റെ പിടി പോയാലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ ലൂസായ സ്ക്രൂ ഒക്കെ നമുക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്പൂൺ വെച്ച് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യാറുള്ളതാണ്. കുക്കറിൽ നമ്മൾ ചിലർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, പ്രായമുള്ളവർക്കൊക്കെ. കുക്കറിൻ്റെ അടി പിടിക്കുകയാണ്, പിന്നെ മുകളിലോട്ട് തിളച്ച് പോവുകയാണ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. ചിലർക്കൊക്കെ പേടിയാണ് കുക്കർ ഉപയോഗിക്കാൻ തന്നെ, പൊട്ടിത്തെറിക്കുമോ അങ്ങനെയൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുക്കർ കുക്ക് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് വളരെ കുറച്ച്, ഇതൊരു ഏറ്റവും കുഞ്ഞു സ്പൂണാണ്, വെളിച്ചെണ്ണ നമുക്ക് കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ വാഷറിൻ്റെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ വാഷറിലും കൂടെ നന്നായിട്ട് എണ്ണ തൂത്തിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നമ്മൾ എന്നാണോ തയ്യാറാക്കണം അത് നമ്മൾ തയ്യാറാക്കിയ അടി പിടിക്കും എന്നുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. അടിയിൽ എണ്ണ നമ്മൾ തടവി വെക്കണമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വാഷറിൻ്റെ സൈഡിൽ ഈ വാഷറിൽ കൂടെ നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തിളച്ച് പോകുക എന്നുള്ള പ്രശ്നം മാറി കിട്ടും. നിങ്ങളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ ചോറ് തലേദിവസമൊക്കെ നമ്മൾ ചോറ് കൂടുതലും ഉണ്ടാക്കിയാൽ നമ്മൾ ഒന്നുകിൽ ഫ്രിഡ്ജ് വയ്ക്കും. അപ്പോൾ അത് നമ്മൾ ചൂടാക്കിയാലും നല്ലൊരു ഫ്രഷായിട്ടുള്ള ചോറൊന്നും കിട്ടാറില്ല, സ്മെല്ല് തന്നെ മാറിപ്പോകും. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്ന ചോറ് പോലെ നമുക്ക് ഈ ചോറ് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അതവിടെ ഓവനിൽ വെച്ച് ചൂടാക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ചൂടാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇത്രയും ചോറ് ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറായിരുന്നു. ഇനി നമുക്ക് ഈ ചോറ് ഈ കുക്കറിലോട്ട് നമുക്ക് വാരിയിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്ത് അല്പം പോലും വെള്ളം ഒഴിക്കണ്ട, നേരിട്ട് നമുക്ക് കുക്കറിൻ്റെ അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ വിസിൽ മൂടി മാറ്റാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും, അതിനുള്ളിൽ തന്നെ റെഡി ആയിക്കോളും.
5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും അടിക്കൊന്നും പിടിക്കാതെ നല്ല ഫ്രഷ് ഇപ്പം വെച്ച പുതിയ പോലെ ചോറ് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. വൈകുന്നേരം വരെ അടച്ചു വെച്ചിരുന്ന ചൂടാറാതെ ഇരുന്നോളും. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.